അസ്സലാമു അലൈക്കും. ഇന്ന് പഠിക്കുന്നത് 4-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 2-ാം പാഠം ഹാമിദുൻ യുഹിബ്ബു സിറാഅ എന്ന പാഠമാണ്. ഈ ഒരു പാഠത്തിൽ ആദ്യമായി നമ്മൾ മനോഹരമായൊരു ചിത്രം കാണുന്നുണ്ട്. എന്താണ് ഈ ചിത്രത്തിലുള്ളത്? ഒരു പിതാവ് കൃഷി ചെയ്യുന്നു. പിതാവിൻ്റെ 2 മക്കളും വയലിൽ കൃഷി ചെയ്യുന്നു. ഉമ്മ ചെടി നടുന്നു. ഉമ്മയുടെ 2 കുട്ടികൾ, അതായത് സഹോദരിമാർ, ഉമ്മയെ സഹായിക്കുന്നു. ഇതാണല്ലോ ഈ ഒരു ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇത് ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവരാണെങ്കിൽ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നവരുമാണ്. നമ്മളിപ്പോൾ വീഡിയോ കാണുന്നു, പഠിക്കുന്നു. ഞാനാണെങ്കിൽ പഠിപ്പിക്കുന്നു. ഇനി നാളെയും ഇതുപോലെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇവക്കൊക്കെ എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഹാമിദുൻ, ഹാമിദ്, തോലിബുൻ, അവൻ വിദ്യാർത്ഥിയാണ്. എങ്ങനെയുള്ള വിദ്യാർത്ഥിയാണ്? മാഹിറുൻ, മിടുക്കനായ, നിപുണനായ വിദ്യാർത്ഥിയാണ്. യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. എന്തിനെ? അസ്സിറാഅത, കൃഷിയെ. ഇവിടെ നമ്മൾ ഈ ചുവന്ന പദത്തിലുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണ്? അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യമായിരിക്കും. ഇനിയും ഇതുപോലെ ഒരുപാട് ചുവന്ന വാക്കുകൾ നമുക്ക് കാണാം. അബൂഹു, അവന്റെ പിതാവ്. അബു എന്ന് പറഞ്ഞാല് ഉപ്പ. അബൂഹു, അവന്റെ ഉപ്പ. അബൂഹു, അവന്റെ ഉപ്പയാകുന്നത് ആരാണ്? സാരിഉൻ, കർഷകനാണ്. യദ്ഹബു, അവൻ പോകുന്നു. ഇവിടെ അവൻ എന്ന് പറഞ്ഞാൽ ഇനി അവന്റെ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. യദ്ഹബു, അദ്ദേഹം പോകുന്നു. ഇനി എല്ലാ ദിവസവും അദ്ദേഹം പോകുന്നു അല്ലെങ്കിൽ പോകും. സ്വബാഹൻ, രാവിലെ. രാവിലെ അദ്ദേഹം പോകും. എവിടുക്കാ പോവുക? സാരിയ എവിടുക്കാ പോവുക? ഇലൽ മസ്റഅതി, കൃഷി സ്ഥലത്തേക്ക്. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം കൃഷി സ്ഥലത്തേക്ക് പോകും. വയർജിഉ, അദ്ദേഹം മടങ്ങി വരും. മസാഅൻ, വൈകുന്നേരം. വൈകുന്നേരം അദ്ദേഹം എന്ത് ചെയ്യും? മടങ്ങി വരും. ഉമ്മുഹു, അവന്റെ ഉമ്മ. ഉമ്മു എന്നറ ഉമ്മ. ഉമ്മുഹു, അവന്റെ ഉമ്മ. അവന്റെ ഉമ്മ ആരാണ്? റബ്ബത്തുൽ ബൈത്തി, വീട്ടുജോലിക്കാരിയാണ്, ഹൗസ് വൈഫാണ്. വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് അവന്റെ ഉമ്മ തന്നെയാണ്. തെഹ്തമ്മു, അവൾ പ്രാമുഖ്യം കൊടുക്കുന്നു. ബിൽ മൻസില്, വീടിന്, വീട്ടിലെ കാര്യങ്ങൾക്കാണ് അവൾ പ്രാധാന്യം നൽകുന്നത്. വതുനള്ളിമു, അവൾ കൃത്യമായി ചെയ്യുന്നു. അൽ ഉമൂറ, കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവൾ ചെയ്യുന്നത്. ഇവിടെ തെഹ്തമ്മു, തുനള്ളിമു എന്ന പദം ശ്രദ്ധിക്കാം. വലി ഹാമിദിൻ, ഹാമിദിനുണ്ട് ആരെ? സ്വദീഖാനി, 2 സുഹൃത്തുക്കൾ. യുഹിബ്ബാനി, അവർ 2 പേരും ഇഷ്ടപ്പെടുന്നു. നേരത്തെ പറഞ്ഞത് യുഹിബ്ബു ഹാമിദുൻ, ഹാമിദ് ഇഷ്ടപ്പെടുന്നു എന്നല്ലേ. ഇനി 2 ആളുണ്ടെങ്കിൽ എന്താവും? യുഹിബ്ബു എന്നുള്ളത് എന്താവും? യുഹിബ്ബാനി എന്നാവും. അതാണ് യുഹിബ്ബാനി അയ്ളൻ അസ്സിറാഅത. ഹാമിദ് മാത്രമല്ല, ഈ 2 സുഹൃത്തുക്കളും കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണ്, കൃഷിയെ ഇഷ്ടപ്പെടുന്നു. യസൂറാനി, അവർ 2 പേരും സന്ദർശിക്കും. യസൂറു എന്ന് പറഞ്ഞാൽ ഒരാൾ സന്ദർശിക്കും. ഒരാളെ പേര് മാത്രമാണെങ്കിൽ യസൂറു എന്ന് കൊടുത്താൽ മതി. ഇനി 2 ആളുകളുണ്ട്, എന്താവണം? യസൂറു എന്നുള്ളത് യസൂറാനി എന്നാക്കണം. നമ്മൾ വിശദമായി ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ. യസൂറാനി, അവർ 2 പേരും സന്ദർശിക്കുന്നു. ആരെ? ഹാമിദൻ, ഹാമിദിനെ. എപ്പോ? യഅ്മലു, അവൻ ജോലി ചെയ്യുമ്പോ. ഫിൽ ഹഖിലി, വയലിൽ ഹാമിദ് ജോലി ചെയ്യുന്ന സമയത്ത് 2 സുഹൃത്തുക്കളും അവനെ സന്ദർശിക്കും. ഹാമിദുൻ, ഹാമിദ്. വസ്വദീഖാഹു, അവന്റെ 2 സുഹൃത്തുക്കളും. സ്വദീഖുൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, സുഹൃത്ത്. സ്വദീഖാഹു, അവന്റെ 2 സുഹൃത്തുക്കൾ. ഹു എന്ന് പറഞ്ഞാൽ അവന്റെ എന്നാണല്ലോ.
യഗ്രിസൂന അവർ നടുന്നു. അവർ എന്ന് പറഞ്ഞാൽ ഹാമിദും അവന്റെ രണ്ട് സുഹൃത്തുക്കളും യഗ്രിസൂന അവർ നടുന്നു. എന്തിനെ? അന്നബാതാത്തി ചെടികളെ. വയൽ അബൂന അവർ കളിക്കും. ആരൊക്കെ? ഹാമിദും തന്റെ സുഹൃത്തുക്കളും മൂന്നാളുകളുണ്ട് അല്ലെ. വയൽ അബൂന മൂന്നാളുകളും കളിക്കും. എപ്പോ? ബഅദൽ അമലി ജോലിക്ക് ശേഷം, ജോലി ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും? അവർ കളിക്കാൻ പോകും. വലി ഹാമിദിൻ ഹാമിദിനുണ്ട് എന്ത്? ഉഖ്താനി രണ്ട് സഹോദരിമാര് ഹാമിദിനുണ്ട്. തദുറുസാനി അവർ രണ്ടുപേരും പഠിക്കുന്നു. ഫിസ്സൊഫിൽ ഹാമിസി അഞ്ചാം ക്ലാസ്സിൽ. ഹാമിസ് പറഞ്ഞാൽ അഞ്ച്, സൊഫ് ക്ലാസ്. തദുറുസാനി അവർ രണ്ടുപേരും പഠിക്കുന്നു. ഫിസ്സൊഫിൽ ഹാമിസി അഞ്ചാം ക്ലാസ്സിൽ. വതുസാഇദാനി അവർ രണ്ടുപേരും സഹായിക്കുന്നു. ഏതാണ് രണ്ടുപേര്? ഇതാ ഈ രണ്ട് സഹോദരികളും സഹായിക്കുന്നു. ആരെ? അൽ ഉമ്മ ഉമ്മയെ സഹായിക്കും. അൽ ഉമ്മു ഇനി ഉമ്മ. വൽ ഉഖ്താനി രണ്ട് സഹോദരിമാര്. അവരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യും? യുറത്തിബിന ഉമൂറൽ ബൈത്തി വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തും. വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നത് ഉമ്മയും അതുപോലെ രണ്ട് സഹോദരിമാരും ചേർന്നിട്ടാണ്. ഹാമിദിന്റെ ഉപ്പ കർഷകനാണ്. ഹാമിദാണെങ്കിലോ കൃഷിയെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാൽ അവ രണ്ടുപേരും മാത്രമല്ല, ഹാമിദിന്റെ ഉമ്മയും സഹോദരിമാരൊക്കെ കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വയസ്റഇന അവര് കൃഷി ചെയ്യും. അവരെന്ന് പറഞ്ഞാല് ഉമ്മയും രണ്ട് സഹോദരിമാരും, ഇവർ മൂന്ന് പേരും എന്ത് ചെയ്യും? യസ്റഇന കൃഷി ചെയ്യും. എന്ത്? അൽ ഹളറവാത്തി പച്ചക്കറികള്. അവരെവിടെ പച്ചക്കറികള്? വയലിലാണോ? അല്ല. പിന്നെ എവിടെയാണ് സഹോദരിമാരും ഉമ്മയും കൃഷി ചെയ്യുന്നത്? വറാ അൽ മത്ബഖി അടുക്കളയുടെ പിന്നിലാണ്. അടുക്കളയുടെ പിന്നിലാണ് ഉമ്മയും അവന്റെ രണ്ട് സഹോദരിമാരും കൃഷി ചെയ്യുന്നത്. നുലാഹിളു നമുക്ക് നിരീക്ഷിക്കാം. വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. മുദക്കറുൻ എന്നാൽ ആണ്. മുഅന്നസുൻ എന്ന് പറഞ്ഞാലോ പെണ്ണ്. നോക്കാം. ഒരു കുട്ടി പോവുകയാണ്, ഒരു ആൺകുട്ടിയാണ്. എന്ത് പറയും? യദ്ഹബു അവൻ പോകുന്നു. ഇനി പെൺകുട്ടിയാണെങ്കിലോ തദ്ഹബു ഇവിടെയുള്ള ഈ യാ ഉണ്ടല്ലോ, പെൺകുട്ടിയാവുമ്പോൾ എന്താവും? അത് താ ആക്കി കൊടുക്കണം. അപ്പൊ തദ്ഹബു എന്നാകും. ഇനി രണ്ട് ആൺകുട്ടികളാണ് പോകുന്നതെങ്കിലോ എന്ത് പറയും? യദ്ഹബാനി എന്ന് പറയും. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു അലിഫും നൂനും ഏറെ വന്നിട്ടുണ്ട്. ആണാണെങ്കിൽ യാന്നാ വരിക. അപ്പോ യദ്ഹബാനി. ഇനി രണ്ട് പെൺകുട്ടികളാണ് പോകുന്നതെങ്കിലോ തദ്ഹബാനി. കണ്ടോ, ഇവിടെ താ എന്നാ വന്നിട്ടുള്ളത്. ഇവിടെ അലിഫും നൂനും ഏറെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി മൂന്നോ മൂന്നിൽ കൂടുതലോ ആണുങ്ങളാണ് പോകുന്നതെങ്കിൽ എന്ത് പറയും? യദ്ഹബൂന അവർ പോകുന്നു, അല്ലെങ്കിൽ അവർ പോകും. യാ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി പെണ്ണാണെങ്കിലോ മൂന്നോ മൂന്നിൽ കൂടുതലോ സ്ത്രീകൾ ഉണ്ടെങ്കിൽ എന്ത് പറയണം? യദ്ഹബിന. ഇവിടെയും യാ തന്നെയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, തദ്ഹബു, തദ്ഹബാനി, യദ്ഹബിന. ഒന്നും കൂടി ശ്രദ്ധിക്കാം. അതായത് ഒരാൺകുട്ടി പോകുന്നു എന്ത് പറയും? യദ്ഹബു അവൻ പോകുന്നു, അവൻ പോകുന്നു. അപ്പോൾ യദ്ഹബു യാ എന്നാ കൊടുത്തത്. ഇനി അതേ സമയം അവളാണ് പോയതെങ്കിലോ തദ്ഹബു അവൾ പോകുന്നു. അപ്പോൾ ഇവിടെയുള്ള യാ എന്താവും? താ ആയി മാറി തദ്ഹബു എന്നാകും, ഒരാളാണെങ്കിൽ മാത്രം. ഇനി രണ്ട് ആൺകുട്ടികളാണ് അല്ലെങ്കിൽ രണ്ട് ആണുങ്ങളാണ് പോകുന്നതെങ്കിൽ എന്താകും? യദ്ഹബു എന്നുള്ള പദത്തെ എന്താക്കണം? യദ്ഹബാനി. ഒരു അലിഫു നൂന് ചേർത്ത് കാരണം എന്താക്കണം? യദ്ഹബാനി എന്നാക്കണം. ഇനി രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളാണ് പോകുന്നതെങ്കിലോ അവിടെയും അലിഫിനെയും നൂനിനെയും കൂട്ടിക്കാണ്ട് എന്താക്കണം? തദ്ഹബാൻ. ഈ തദ്ഹബു എന്ന പദത്തിലേക്ക് ഒരു അലിഫു നൂന് കൂട്ടിക്കാണ്ട് കാട്ടണം, തദ്ഹബാനി എന്നാക്കണം. ഇനി പോകുന്നത് മൂന്നോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലോ, 100ഓ 1000ഓ കുറേ ആളുകളുണ്ട്. എങ്ങനെ പറയും? അവർ പോകുന്നു എന്നെങ്ങനെ പറയാ? യദ്ഹബൂന എന്ന് പറയും. ഇനി കുറേ സ്ത്രീകളാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പറയാണ് അതാ അവര് പോകുന്നു.
എങ്ങനെ പറയും? യദ്ഹബിന. ഇതെങ്ങനെ പഠിക്കേണ്ടത്? യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, തദ്ഹബു, തദ്ഹബാനി, യദ്ഹബ്ന. നമുക്ക് ഒരു ഉദാഹരണം കൂടി അതുപോലെ പഠിക്കാം. ഒരാൺകുട്ടി പഠിക്കാണില്ലേ? യദുറുസു, അവൻ പഠിക്കുന്നു. ഒരാൺകുട്ടി മാത്രമാണ്. യദുറുസു മുഹമ്മദുൻ, മുഹമ്മദ് പഠിക്കുന്നു. എന്നാൽ രണ്ടാൺകുട്ടികൾ പഠിക്കുന്ന എങ്ങനെ പറയും? അവർ രണ്ടുപേരും പഠിക്കുന്നു എങ്ങനെ പറയും? യദുറുസാനി, അവർ രണ്ടുപേരും പഠിക്കുന്നു. ഇനി അവർ രണ്ടാളുകളല്ല, മൂന്നോ നാലോ അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, ഒക്കെ ആണുങ്ങളാണ്. അപ്പോ അവർ പഠിക്കുന്നു എന്നെങ്ങനെ പറയും? യദുറുസൂന, അവർ പഠിക്കുന്നു. ഇനി പഠിക്കുന്നത് അവനല്ല, അവളാണ്, ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് പഠിക്കുന്നത്. അപ്പൊ പറയാ അത് അവള് പഠിക്കുന്നു എങ്ങനെ പറയും? തദുറുസു, അവൾ പഠിക്കുന്നു. ഇനി അവര് രണ്ടാളുകളുണ്ട്, രണ്ട് സഹോദരിമാരാണ് അല്ലെങ്കിൽ രണ്ട് വിദ്യാർത്ഥിനികളാണ്. അപ്പൊ പറയാണ് അതാ അവര് പഠിക്കുന്നു എങ്ങനെ പറയും? തദുറുസാനി, അവർ രണ്ടുപേരും പഠിക്കുന്നു. ഇനി അവിടെ കുറേ വിദ്യാർത്ഥിനികളാ, കുറേ പെൺകുട്ടികളാ, അവരൊക്കെ പഠിക്കാണ് എങ്ങനെ പറയും? യദുറുസ്ന. നഖറഉ, നമുക്ക് വായിക്കാം. നമ്മുടെ പുസ്തകത്തിൽ ഒരുപാട് ചുവന്ന പദങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? ആ പദങ്ങളുടെ പ്രത്യേകത എന്താണ്, അവയുടെ അർത്ഥം എന്താണ് എന്നതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. യുഹിബ്ബു, യുഹിബ്ബു എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഏതൊക്കെയാണ്? അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ ഇഷ്ടപ്പെടും. അതായത് അവൻ ഇപ്പൊ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും അവൻ ഇഷ്ടപ്പെടും അല്ലേ? അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ ഇഷ്ടപ്പെടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ യാ ഇനെയാണ്. എന്താണ് യാ ഇന്റെ പ്രത്യേകത? അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അല്ലേ? ഇനി ഇഷ്ടപ്പെടുന്നത് ഒരു പെൺകുട്ടിയാണ്. അപ്പൊ എന്ത് പറയണം? ഈ യാ ഇനെ മാറ്റി താ കൊടുത്ത് തുഹിബ്ബു എന്നാക്കണം. ഇനി രണ്ട് ആൺകുട്ടികളാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലോ എങ്ങനെ പറയണം? അവസാനം നമ്മൾ പറഞ്ഞത് അലിഫിനെയും നൂനിനെയും ചേർത്തിട്ട് എന്ത് ചെയ്യണം? യുഹിബ്ബാനി എന്നാക്കണം. പെണ്ണാണെങ്കിൽ അയാ മാറ്റിയിട്ട് തുഹിബ്ബാനി എന്നാക്കണം. യദ്ഹബു, അവൻ പോകുന്നു, അതുപോലെ തന്നെ അവൻ പോകും. ഇത് രണ്ടും യദ്ഹബു എന്ന പദത്തിന്റെ അർത്ഥമാണ്. ഇനി അവളാണ് പോകുന്നതെങ്കിലോ എന്ത് ചെയ്യണ പറഞ്ഞത്? അവിടെയുള്ള ഈ യാ ഇനെ മാറ്റിയിട്ട് താ കൊടുക്കണം. അപ്പോ തദ്ഹബു, അവൾ പോകുന്നു, അവൾ പോകും എന്നായി. ഇനി രണ്ട് ആൺകുട്ടികളുണ്ട്, രണ്ട് ആണുങ്ങളാണ്, എങ്ങനെ പറയണം? അതെ, അവസാനം അലിഫിനെയും നൂനിനെയും കൂട്ടിയിട്ട് യദ്ഹബാനി. പെൺകുട്ടികളാണെങ്കിലോ തദ്ഹബാനി എന്നാക്കണം. യർജിഉ, അവൻ മടങ്ങുന്നു, അവൻ മടങ്ങും. ഇനി പെൺകുട്ടിയാണെങ്കിലോ തർജിഉ, അവൾ മടങ്ങുന്നു, അവൾ മടങ്ങും. യുഹിബ്ബാനി, ഇവിടെ അലിഫും നൂനും വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? രണ്ടാളുകൾ എന്നുള്ള അർത്ഥം ഉണ്ടാവും അല്ലെ? ഇവര് രണ്ടാൾക്കാരാണല്ലോ. അപ്പോ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബാനി, അവർ രണ്ടുപേർ ഇഷ്ടപ്പെടുന്നു, അവർ രണ്ടുപേർ ഇഷ്ടപ്പെടും. ഇനി പെൺകുട്ടികളാണെങ്കിലോ എങ്ങനെ പറയണം? അതെ, അയാ ഇനെ മാറ്റിയിട്ട് താ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? തുഹിബ്ബാനി എന്നാക്കണം. അപ്പോൾ തുഹിബ്ബാനി എന്ന് പറഞ്ഞാൽ അവൾ രണ്ടുപേർ ഇഷ്ടപ്പെടുന്നു, അതുപോലെ അവർ എന്ന് പറയുമ്പോൾ സ്ത്രീകളായിരിക്കണം കേട്ടോ. അവർ രണ്ടുപേർ ഇഷ്ടപ്പെടും എന്നാകും. യസൂറാനി, അവർ രണ്ടുപേർ സന്ദർശിക്കുന്നു, അവർ രണ്ടുപേർ സന്ദർശിക്കും. ഇനി ഇത് രണ്ടും ആണുങ്ങളായത് കൊണ്ടാണ് അവിടെ യാന്ന് കൊടുത്തത്. പെണ്ണാണെങ്കിൽ എന്ത് കൊടുക്കണം? ആ യാ മാറ്റി കൊടുക്കണം, ത എന്നാക്കി തസൂറാനി എന്നാക്കണം. യഗ്രിസൂന, അവർ നടുന്നു, അവർ നടും. ഇനി പെണ്ണുങ്ങളാണെങ്കിലോ? ഇത് കുറെ ആണുങ്ങളായതുകൊണ്ടാണ് യഗ്രിസൂന എന്ന് പറഞ്ഞത്. ഇനി കുറെ പെണ്ണുങ്ങളാണ് നടുന്നതെങ്കിൽ എങ്ങനെ പറയും? യഗ്രിസ്ന എന്ന് പറയും. യൽഅബൂന, അവർ കളിക്കുന്നു, അവർ കളിക്കും. ഇത് ബോയ്സ് ആയതുകൊണ്ടാണ് യൽഅബൂന എന്ന് പറയുന്നത്. ഇനി കുറെ പെൺകുട്ടികളാണ് കളിക്കുന്നതെങ്കിലും എങ്ങനെ പറയും? യൽഅബ്ന എന്ന് പറയും. തഹ്തമ്മു, അവൾ പ്രാധാന്യം കൊടുക്കുന്നു, അവൾ പ്രാധാന്യം കൊടുക്കും. ഇവിടെ ത ആണ് വന്നത് അല്ലേ? യാ അല്ല, ത ആണ്. എന്തുകൊണ്ടാണ് ത വന്നത്? കണ്ടോ? അപ്പൊ അവൾ എന്നാ പറഞ്ഞത്. ഇനി യാ ആണെങ്കിലോ, യഹ്തമ്മു ആണെങ്കിലോ, ഈ അവൾ എന്താക്കേണ്ടി വരും? അവൻ എന്നാക്കേണ്ടി വരും. ഇനി രണ്ട് സ്ത്രീകൾ ഉണ്ടെങ്കിലോ
രണ്ട് സ്ത്രീകളും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എങ്ങനെ പറയാ? അവിടെ എന്ത് ചെയ്യണം? ഒരു അലിഫിനെയും നൂനിനെയും ചേർത്തിട്ട് തഹ്തമ്മാനി എന്ന് പറയണം. ഇനി രണ്ട് ആണുങ്ങളാണെങ്കിലോ ആ താ മാറ്റിയിട്ട് ആക്കിയിട്ട് യഹ്തമ്മാനി എന്ന് പറയണം. തുനല്ലിമു അവൾ ക്രമീകരിക്കുന്നു, അവൾ ക്രമീകരിക്കും. ഇനി അവളല്ല അവനാണെങ്കിലോ താഇനെ മാറ്റിയിട്ട് എന്താക്കണം? യാ ആക്കണം. അപ്പോ യുനല്ലിമു അവൻ ക്രമീകരിക്കുന്നു, അവൻ ക്രമീകരിക്കും. ഇനി രണ്ട് ബോയ്സ് ആണ്, രണ്ട് ആൺകുട്ടികളാണ് അല്ലെങ്കിൽ രണ്ട് ആണുങ്ങളാണ്, എന്ത് പറയും? അതെ, അലിഫിനെയും നൂനെയും ചേർത്തിട്ട് യുനല്ലിമാനി എന്നാക്കണം. പെണ്ണാണെങ്കിൽ തുനല്ലിമാനി എന്നുമാക്കണം. തദുറുസാനി അവർ രണ്ട് പേർ പഠിക്കുന്നു. അവർ രണ്ട് പേര് എന്ന് പറയുമ്പോൾ താ കാണുമ്പോൾ എന്തായിരിക്കും? അത് പെൺകുട്ടികളായിരിക്കും. യാ ആണെങ്കിലോ ആൺകുട്ടികളായിരിക്കും. നോക്കിക്കോളി. അവർ രണ്ട് പേർ പഠിക്കുന്നു, അവർ രണ്ട് പേർ പഠിക്കും. ഇനി ബോയ്സ് ആണ് അല്ലെങ്കിൽ ആണുങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ എങ്ങനെ പറയും? ആ താ മാറ്റിയിട്ട് യാ ആക്കാം. എന്നിട്ടോ യദുറുസാനി എന്നാകും. തുസാഇദാനി ഇവിടെ താ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കണം ഇത് പെണ്ണാണ് എന്നുള്ളത്, പെണ്ണുങ്ങളെ കുറിച്ചാണ് എന്നുള്ളത്. തുസാഇദാനി അവർ രണ്ടുപേർ സഹായിക്കുന്നു അല്ലെങ്കിൽ അവർ രണ്ടുപേർ സഹായിക്കും. ഇനി രണ്ടുപേര് ആണുങ്ങളാണെങ്കിൽ എങ്ങനെ പറയണം? താഇനെ മാറ്റിയിട്ട് യാ കൊടുക്കണം. അപ്പോ യുസാഇദാനി എന്നാക്കണം ആണാണെങ്കിൽ. യുറത്തിബിന അവർ ക്രമപ്പെടുത്തുന്നു, അവർ ക്രമപ്പെടുത്തും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ യാ തന്നെയാണ്, പക്ഷേ ഇവിടെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണ് ക്രമപ്പെടുത്തുന്നെങ്കിലോ യുറത്തിബൂന എന്ന് പറയും. പെണ്ണുങ്ങളാണെങ്കിൽ യുറത്തിബിന. ഇവിടെ താ ഉണ്ടാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. യസ്റഇന അവർ കൃഷി ചെയ്യുന്നു, അവർ കൃഷി ചെയ്യും. ഇവിടെയോ ഇവിടെയും സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ യാ ആണ് വന്നിട്ടുള്ളത്. അതായത് യസ്റഉ അവൻ കൃഷി ചെയ്യും, കൃഷി ചെയ്യുന്നു. യസ്റആനി അവർ ആണുങ്ങൾ രണ്ടാളുകൾ കൃഷി ചെയ്യും, കൃഷി ചെയ്യുന്നു. യസ്റഊന അവർ കുറേ ആണുങ്ങൾ കൃഷി ചെയ്യും, കൃഷി ചെയ്യുന്നു. ഇനി തസ്റഉ അവൾ കൃഷി ചെയ്യും, ചെയ്യുന്നു. തസ്റആനി അവർ രണ്ട് സ്ത്രീകൾ കൃഷി ചെയ്യും, കൃഷി ചെയ്യുന്നു. ഇനി യസ്റഇന എന്ന് പറഞ്ഞാലോ കുറേ സ്ത്രീകള്, മൂന്നിൽ കൂടുതലോ സ്ത്രീകൾ കൃഷി ചെയ്യും, കൃഷി ചെയ്യുന്നു. അങ്ങനെയാണ്. ആ 6 വാക്കുകളും നമ്മൾ പഠിച്ചിരിക്കണം. നുകമ്മിലുൽ ഫറാഗ ഒഴിഞ്ഞ ഭാഗം നമുക്ക് പൂർത്തിയാക്കാം, പൂരിപ്പിക്കാം. കമാഫിൽ മിസാലി ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുദക്കറുൻ എന്നാൽ ആണ് എന്നാണ്, പുരുഷൻ. മുഅന്നസുൻ എന്ന് പറഞ്ഞാലോ സ്ത്രീ എന്നാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാള്, മുസന്ന എന്നാൽ രണ്ടാള്, ജംഉൻ എന്നാൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകൾ. നോക്കാം. ഒരാൾ മാത്രമാണെങ്കിൽ അതിന് മുഫ്രദ് എന്ന് പറയും. യർജിഉ അവൻ മടങ്ങുന്നു, അത് മുദക്കറാണ്. അതെന്താണ്? യർജിഉ എന്നുള്ള പദം മുദക്കറാണ്, അതേപോലെ തന്നെ മുഫ്രദുമാണ്. ഒരാൾ മാത്രമാണല്ലോ, അതുകൊണ്ട് മുഫ്രദ് എന്ന് പറയും. ഇനി രണ്ടാളുകളുണ്ട്, അപ്പോ യർജിആനി മുസന്നയാണ്, അതുപോലെ തന്നെ മുദക്കറാണ്. മുദക്കർ പറഞ്ഞാൽ ആണ്. ഇനി മൂന്നിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിൽ ജം എന്ന് പറയും അല്ലെ. അപ്പൊ യർജിഊന എന്നുള്ളത് ജം ആണ്, അതുപോലെ തന്നെ അത് മുദക്കറാണ്. അപ്പോ യർജിഉ, യർജിആനി, യർജിഊന. ഇനി ഒരു പെണ്ണ് മാത്രമാണ്, അത് മുഫ്രദ് എന്നാ പറയാ. മുഫ്രദാണിത്, അതുപോലെ മുഅന്നസാണ്, ഇത് സ്ത്രീയാണ്, അതുകൊണ്ട് മുഅന്നസാണ്, മുഫ്രദുമാണ്. ഇനി രണ്ട് പെൺകുട്ടികളാണ്, എങ്ങനെ പറയും? തർജിആനി. പെൺകുട്ടികൾ എന്താണ്? സ്ത്രീകളാണല്ലോ. അപ്പോൾ തർജിആനി എന്നുള്ളത് മുഅന്നസാണ്, അതുപോലെ തന്നെ മുസന്നയാണ്. രണ്ടാളുകളിലാണ് മുസന്ന എന്ന് പറയാ. കണ്ടോ, ഇവിടെ രണ്ടാൾക്കാരാണ്, ഇവിടെ രണ്ടാളുകളാണ്, അതിനാണ് മുസന്ന എന്ന് പറയാം. എന്നാൽ ഒരാൾ മാത്രമാണെങ്കിലോ മുഫ്രദ്. ഇതാ ഇവിടെ ഒരു ആൺകുട്ടി മാത്രമാണ്, ഇവിടെ ഒരു പെൺകുട്ടി മാത്രമാണ്, അതിനാണ് എന്ത് പറയാ? മുഫ്രദ് എന്ന് പറയാ. ഇനി ജം എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിൽ ജം എന്ന് പറയും. ഇതാ ഇവിടെ 4 ആളുകളുണ്ട് അല്ലേ, അപ്പൊ ഇത് ജം ആണ്. ഇതോ മുഅന്നസുമാണ്, സ്ത്രീ ആണല്ലോ, സ്ത്രീക്കാണ് മുഅന്നസ് എന്ന് പറയാ. അപ്പൊ എങ്ങനെ പറയും? യർജിഇന. അപ്പോ യർജിഉ, യർജിആനി, യർജിഊന.
തെർജിഉ, തെർജിആനി, യർജിഇന. ഇതുപോലെ 2 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. ഒരാൾ മാത്രമാണ്, അതിനാണ് മുഫ്രദ് എന്ന് പറയാം. ഒരാൾ മാത്രം. രണ്ടാളുണ്ടെങ്കിൽ മുസന്ന എന്ന് പറയും. അപ്പൊ മുസന്ന ഏതാണ്? യുഹിബ്ബാനി ല്ലേ? മുസന്നയാക്കുമ്പോ എന്ത് ചെയ്യണം? അവസാനം ഒരു അലിഫിനെയും നൂനിനെയും ചേർത്ത് കൊടുക്കണം എന്ന് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ യുഹിബ്ബാനി. ഇനി മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകൾ ഉണ്ടാവും. യുഹിബ്ബൂന. അടുത്തത് മുഅന്നസ് എന്നാൽ സ്ത്രീയാണ്. ഇനി നമ്മൾ ഈ 3 എണ്ണം പറഞ്ഞത് എന്താ? ആണുങ്ങളെ കുറിച്ചാണ് ല്ലേ? ഒരാണ്, രണ്ടാണ്, മൂന്നോ മൂന്നിൽ കൂടുതലോ ആണ്. ഒരാളാണെങ്കിൽ മാത്രം മുഫ്രദ് എന്ന് പറയും. 2 ആളുകളുണ്ടെങ്കിൽ മുസന്ന എന്ന് പറയും. കുറേ ആളുകളുണ്ടെങ്കിൽ ജം എന്ന് പറയും. ഇനി ഒരു പെൺകുട്ടിയാണ്. തുഹിബ്ബു, അവൾ ഇഷ്ടപ്പെടുന്നു ല്ലേ? ഇനി 2 പെൺകുട്ടികൾ, അവർ 2 ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ എങ്ങനെ പറയാ? ആ അലിഫിനെയും നൂനിനെയും ചേർത്ത് കൊടുത്ത് തുഹിബ്ബാനി എന്ന് പറയും. ഇനി കുറേ സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ കുറേ പെൺകുട്ടികളുണ്ട്, എങ്ങനെ പറയും? യുഹിബ്ബിന ല്ലേ? യുഹിബ്ബു, യുഹിബ്ബാനി, യുഹിബ്ബൂന, തുഹിബ്ബു, തുഹിബ്ബാനി, യുഹിബ്ബിന. ഇവിടെ മനസ്സിലായല്ലോ? ഒരാൾ മാത്രമാണെങ്കിൽ, ഇവിടെ ഒരു പെൺകുട്ടിയാണ്, ഇവിടെ ഒരു ആൺകുട്ടിയാണ്, അതിനാണ് എന്താ പറയാ? മുഫ്രദുൻ എന്ന് പറയാ, ഒരാൾ മാത്രമാണെങ്കിൽ. ഇനി 2 ആളുകളാണെങ്കിലോ, ഇവിടെ 2 പെൺകുട്ടികളുണ്ട്, ഇവിടെ 2 ആൺകുട്ടികളുണ്ട്. അപ്പൊ 2 ആൾക്കാണ് എന്ത് പറയാ? മുസന്ന എന്ന് പറയാ, മുസന്ന. ഇനി 3 അല്ലെങ്കിൽ 3-ൽ കൂടുതലോ, അത് എത്ര ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, എത്രയോ ആയിക്കോട്ടെ, 3 3-ൽ കൂടുതലുണ്ടോ എന്ത് പറയും? ജം. ഇത് കണ്ടോ, ഇവിടെ 4 ആളുകളുണ്ട്, അപ്പോൾ ഇത് ജം ആണ്. ഇവിടെയോ, ഇവിടെ 5 ആളുകളുണ്ട്, അപ്പോൾ ഇതും ജം ആണ് ല്ലേ? ഇനി മുദക്കർ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ്. ഇതൊക്കെ ആണുങ്ങളാണ്. ഈ കോളത്തിലുള്ളതൊക്കെ മുദക്കറാണ്. ഈ കോളത്തിലുള്ളതോ, ഇതൊക്കെ മുഅന്നസാണ്. മുഅന്നസ് പറഞ്ഞാൽ സ്ത്രീ. നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം. യൽ അബു, അവൻ കളിക്കും, അവൻ കളിക്കുന്നു. ഇനി 2 ബോയ്സ് ഉണ്ട്, എന്ത് പറയും? യൽ അബാനി എന്നാകും, അലിഫിനെയും നൂനിനെയും ചേർത്തിട്ട്. ഇനി കുറേ ആൺകുട്ടികൾ അല്ലെങ്കിൽ കുറേ ആണുങ്ങളാണ് കളിക്കുന്നത്, എന്ത് പറയും? യൽ അബൂന, അവർ കളിക്കും അല്ലെങ്കിൽ അവർ കളിക്കുന്നു. ഇനി കളിക്കുന്നത് സ്ത്രീകളാണ്, ഒരു പെൺകുട്ടി മാത്രമാണ് കളിക്കുന്നത്, എങ്ങനെ പറയും? തൽ അബു. അതായത് ഇവിടെ ഉണ്ടായത് യാ ആണ്. ആണാണെങ്കിൽ യൽ അബു, യാ എന്ന് ചേർത്ത്. പെണ്ണാവുമ്പോഴോ ആ യാ മാറ്റിയിട്ട് ത ആയിക്കോട്ടെ, തൽ അബു. കണ്ടോ? ഇനിയും 2 പെൺകുട്ടികളുണ്ട്, അപ്പോഴോ തൽ അബാനി. കണ്ടോ, ഇവിടെ ത എന്നാ വന്നത്. 2 ആൺകുട്ടികളാണെങ്കിൽ യാ എന്ന് കൊടുക്കണം, എന്നാൽ 2 പെൺകുട്ടികളാണെങ്കിലോ ത എന്ന് കൊടുക്കണം. കണ്ടോ? അടുത്തത്, ഇനി കുറേ പെൺകുട്ടികളോ അല്ലെങ്കിൽ കുറേ സ്ത്രീകളോ അവർ കളിക്കുകയാണ്, എങ്ങനെ പറയാ? അതാ അവർ കളിക്കുന്നു, എങ്ങനെ പറയും? യൽ അബിന. അപ്പോ യൽ അബു, യൽ അബാനി, യൽ അബൂന, തൽ അബു, തൽ അബാനി, യൽ അബിന. ഇവിടെ മുഫ്രദും മുസന്നയും ജംഉം മുദക്കറും മുഅന്നസും എന്ത് ചെയ്യാ? നിങ്ങൾ തന്നെ കണ്ടെത്തുക. നുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം, അൽ ഫറാഗ, ഒഴിഞ്ഞ ഭാഗം, ബിൽ മുനാസിബി, യോജിച്ചവ കൊണ്ട്, മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റുകളിൽ നിന്ന് യോജിച്ചവ കൊണ്ട് ഒഴിഞ്ഞ ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്റസത്തി. ഇവിടെ എന്തുണ്ട്? യദ്ഹബു, അതുപോലെ യസ്റഉ, തദ്ഹബു. ഇതിൽ യോജിച്ചവ ഇവിടെ ചേർത്ത് കൊടുക്കാനാണ്. നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഉസ്താദ് എന്താണ്? ആണാണല്ലോ. അപ്പൊ ആണുങ്ങളാകുമ്പോൾ എന്ത് വേണം? യാ തുടക്കത്തിൽ വരണമെന്നല്ലേ? അപ്പൊ തദ്ഹബു എന്നുള്ളത് തെറ്റാണ്. ഇനി യസ്റഉ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാന്നാണ്. ഉസ്താദ് കൃഷിയാ ചെയ്യാ? അല്ലല്ലോ. അപ്പൊ എന്താണ് അവിടെ ശരിയായ ഉത്തരം? യദ്ഹബു. അൽ ഉസ്താദു, ഉസ്താദ്, യദ്ഹബു, പോകുന്നു, അവൻ പോകുന്നു, ഇലൽ മദ്റസത്തി, മദ്റസയിലേക്ക്. ഉസ്താദ് മദ്റസയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഉസ്താദ് മദ്റസയിലേക്ക് പോകും. അടുത്തത് അൽ ബിൻതാനി, 2 പെൺകുട്ടികൾ, ഡേഷ് അലൽ മഖഅദി, ബെഞ്ചിന്മേൽ. 2 പെൺകുട്ടികൾ ബെഞ്ചിന്മേൽ. ഇതിന് യോജിച്ചത് തെജിലിസു, തെജിലിസാനി, യജിലിസാനി. ശ്രദ്ധിക്കേണ്ടത്, 2 ആളാകുമ്പോൾ അതിനെന്താ പറയാ? മുസന്ന എന്നല്ല പറയാ. ഒരു അലിഫിനെയും നൂനിനെയും ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പൊ ഇവിടെയും അലിഫും നൂന് വന്നിട്ടുണ്ട്,
ഇവിടെയും അലിഫും നൂനും വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇതല്ല. ഇനി ഇത് രണ്ടിൽ ഏതോ ഒന്നാണല്ലോ ഉത്തരം. ഇനി ശ്രദ്ധിക്കാനുള്ളത് ബിൻതാനി എന്ന് പറഞ്ഞാൽ ആരാണ്? പെൺകുട്ടികളാണല്ലോ. പെൺകുട്ടികളാവുമ്പോൾ എന്ത് വേണം? തുടക്കത്തില് യാ അല്ല, അത് ആണുങ്ങൾക്കുള്ളതാണ്. യാ പെൺകുട്ടികളാകുമ്പോ താ ആണ് വേണ്ടത്. അപ്പോൾ അതിന്റെ ശരിയായ ഉത്തരം തെജിലിസാനി. രണ്ട് പെൺകുട്ടികൾ ബെഞ്ചിന്മേൽ അവർ രണ്ടുപേരും ഇരിക്കുന്നു. അല്ലെങ്കിലോ രണ്ട് പെൺകുട്ടികൾ ബെഞ്ചിന്മേൽ അവർ രണ്ടുപേരും ഇരിക്കും. അടുത്തത് അത്തോലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ ആണുങ്ങളാണ് കേട്ടോ. ഡേഷ് ദുറൂസഹുമ, അവരുടെ പാഠങ്ങൾ. ഇവിടെ ഉത്തരങ്ങളായി കൊടുത്തിട്ടുള്ളത് മൂന്നെണ്ണാണ്. ഏതൊക്കെ? യദുറുസാനി, തദുറുസാനി, യദുറുസു. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, ത്വാലിബാനി എന്നുള്ളത്. ഇവിടെ അലിഫും നൂനും ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക ഇവിടെ രണ്ടാൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ വേഗം ഇവിടെ വന്നിട്ട് നോക്കണം. ഇവിടെയും അലിഫും നൂനുണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇനി ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. പിന്നെ മുദക്കറാണോ മുഅന്നസാണോ, ആണാണോ പെണ്ണാണോ നോക്കണം. തോലിബാനി എന്ന് പറയുമ്പോൾ അത് ആണാണ്, വിദ്യാർത്ഥികൾ. അപ്പൊ ആണാവുമ്പോൾ എന്ത് വേണം? തുടക്കത്തിൽ യാ വേണം അല്ലേ? ഇവിടെ താ യാ ഇല്ല, ഇവിടെ താ ആണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ശരിയായ ഉത്തരം ഇതാണ്. എന്ത്? യദുറുസാനി എന്നുള്ളതാണ്. രണ്ട് വിദ്യാർത്ഥികൾ, അവർ രണ്ടുപേരും അവരുടെ പാഠങ്ങൾ പഠിക്കുന്നു. അല്ലെങ്കിൽ രണ്ട് വിദ്യാർത്ഥികൾ അവർ രണ്ടുപേരും അവരുടെ പാഠങ്ങൾ പഠിക്കും അല്ലെങ്കിൽ പഠിക്കുന്നു. അടുത്തത് അൽ വാലിദത്തു, ഉമ്മ ഡേഷ് അൽ ഇദാമ. ഇദാമ എന്ന് പറഞ്ഞ കറി. ഇവിടെ മൂന്നെണ്ണാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. തദ്ഹബു, യതുബഹു, തതുബഹു. അപ്പൊ ഉമ്മ ആരാണ്? ഉമ്മ മുഅന്നസാണ്, സ്ത്രീയാണല്ലോ. അപ്പോൾ താ വരണം. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ഇവിടെ രണ്ടോടത്തും താ വന്നിട്ടുണ്ട്, ഒരാളാണ്, മുഫ്രദാണ്. അപ്പോൾ ഏതായിരിക്കും ശരി? അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. അൽ വാലിദത്തു, ഉമ്മ ഡേഷ് കറി. അപ്പൊ തദ്ഹബു എന്ന് പറഞ്ഞാൽ അവൾ പോകുന്നു എന്നാ അല്ലേ? അപ്പൊ ഉമ്മ പോകുന്നു, കറി എന്നുള്ളത് തെറ്റാണല്ലോ, റെഡി ആവൂലല്ലോ. അപ്പൊ ശരിയായ ഉത്തരം എന്താ? തതുബഹു എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാന്നാ. അപ്പോ അൽ വാലിദത്തു ഉമ്മ തതുബഹു, അവൾ പാചകം ചെയ്യുന്നു. എന്തിനെ? അൽ ഇദാമ, കറിയെ. ഉമ്മ കറി പാചകം ചെയ്യുന്നു. ഉമ്മ കറി പാചകം ചെയ്യും. ചെയ്യും എന്ന് പറയാം, അല്ലെങ്കിൽ ചെയ്യുന്നു എന്നും പറയാം. അടുത്തത് അരിജാലു, ആണുങ്ങള്, കുറേ പുരുഷന്മാര്. ഡേഷ് ബിൽ കുറത്തി, പന്ത് കൊണ്ട്. പന്ത് കൊണ്ട് ആണുങ്ങൾ എന്താ ചെയ്യുക? അവിടെ മേലുണ്ട് എന്താണ്? എൽ അബാനി, തൽ അബാനി, എൽ അബൂന. ഇവിടെ ആദ്യത്തത് എന്താണ്? അരിജാൽ എന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ട് അല്ലേ? അപ്പൊ എൽ അബാനി എന്നുള്ളത് ഈ അലിഫും നൂനും വന്നാൽ എന്താണ്? രണ്ടാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതല്ല, ഇത് തെറ്റാണ്. ഇവിടെയും അലിഫും നൂനും, അപ്പൊ ഇതും തെറ്റാണ്. മാത്രമല്ല ഇവിടെ ഇതും തെറ്റാണ്. ഇനി അപ്പോ ശരിയായ ഉത്തരം എന്താ? എൽ അബൂന അല്ലേ? അരിജാലു, പുരുഷന്മാർ. എൽ അബൂന, അവർ കളിക്കുന്നു. ബിൽ കുറത്തി, പന്ത് കൊണ്ട്. പുരുഷന്മാർ അവർ പന്ത് കൊണ്ട് കളിക്കുന്നു. പുരുഷന്മാർ അവർ പന്ത് കൊണ്ട് കളിക്കും. കളിക്കും എന്ന് പറയാം, അതേപോലെ തന്നെ കളിക്കുന്നു എന്നും പറയാം. അടുത്തത് അൽ ബനാത്തു, പെൺകുട്ടികൾ. മൂന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും അല്ലേ? അൽ ബനാത്തു, പെൺകുട്ടികൾ. ഡേഷ് അൽ ജരീദത്ത. ജരീദത്ത് പറഞ്ഞാൽ പത്രം. നോക്കാം, മുകളിൽ മൂന്ന് ഉത്തരങ്ങളാണ്. യഖ്റഇന, യഖ്റഊന, തഖ്റആനി. ഇവിടെ അലിഫും നൂനുണ്ട്. അപ്പൊ ഇതല്ല, കാരണം ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, രണ്ടാക്കുള്ളതാണല്ലോ അലിഫും നൂനും. അപ്പൊ ഇതല്ല. ഇനി ഇത് രണ്ടുമാണ് ചർച്ച. യഖ്റഊന എന്നുള്ളത് എന്താ? അത് ആണുങ്ങൾക്കുള്ളതാണ് അല്ലേ? യഖ്റഉ, യഖ്റആനി, യഖ്റഊന, അത് മൂന്നും ആണുങ്ങൾതാണ്. അപ്പൊ അതല്ല. പെണ്ണുങ്ങൾതോ? ഒരു പെൺകുട്ടിയാണെങ്കിൽ തഖ്റഉ, രണ്ട് പെൺകുട്ടികളാണെങ്കിൽ തഖ്റആനി. അപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. തഖ്റആനി കഴിഞ്ഞിട്ട് പിന്നെന്താ? യഖ്റഇന. അതാണ് ഇവിടെ ശരിയായ ഉത്തരം. പെൺകുട്ടികൾ അവർ പത്രം വായിക്കുന്നു എന്നും പറയാം. പെൺകുട്ടികൾ അവർ പത്രം വായിക്കും എന്നും യഖ്റഇന, ഈ ഒരു അൽ ബനാത്തു യഖ്റഅനൽ ജരീദത എന്ന സെന്റൻസിന് അർത്ഥം വെക്കാം. രണ്ടും വെക്കാം, വായിക്കുന്നു എന്നും വെക്കാം, അല്ലെങ്കിൽ വായിക്കുന്നു വെക്കാം.
നുലാഹിളു നമുക്ക് നിരീക്ഷിക്കാം. നമ്മളിപ്പോ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. മുഫ്രദ്, മുസന്ന, ജംഅ്, അതുപോലെ മുഅന്നസ്, മുദക്കർ എന്നൊക്കെ. അതൊന്നും കൂടി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓർത്ത് വെക്കാം. അതൊന്ന് നിരീക്ഷിക്കാം. അതെങ്ങനെയാണെന്നത് നിരീക്ഷിക്കാം. ഇവിടെ അൽ മുഫ്രദു, അൽ മുസന്ന, അൽ ജംഉ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. എന്താ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമാണെങ്കിലാണ് എന്ത് പറയാം, മുഫ്രദ് എന്ന് പറയാം. ഇനി രണ്ടാളുണ്ടെങ്കിലോ മുസന്ന എന്നാ പറയാ. കണ്ടോ, രണ്ടാളുകൾ ഉണ്ടെങ്കിൽ മുസന്ന എന്ന് പറയും. ഇനി മൂന്നോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലോ ആളുകൾ ഉള്ളതിനാണ് എന്ത് പറയാ, ജംഅ് എന്ന് പറയാം. ഓക്കെ. ഇനി മുദക്കറുൻ എന്ന് പറഞ്ഞാല് പുരുഷൻ, ആൺകുട്ടി, അതൊക്കെയാണ്. അപ്പോൾ മുദക്കർ ഇവിടെ പറയുന്നതൊക്കെ ആദ്യത്തെ മൂന്നെണ്ണം മുദക്കറാണ്, അതായത് ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെയുള്ള മൂന്നെണ്ണാണ് മുഅന്നസ്, അതായത് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യഫ്അലു എന്നുള്ളത് എന്താണ്, യഫ്അലു എന്നുള്ളത് ഒരാണിനെ കുറിച്ചാണ് പറയാ, അല്ലേ. യഫ്അലാനി എന്നുള്ളത് രണ്ട് ആണുങ്ങളെ കുറിച്ച്, മുസന്ന അതേപോലെ മുദക്കർ. യഫ്അലൂന എന്നുള്ളതോ മൂന്നോ മൂന്നിൽ കൂടുതലോ പുരുഷന്മാർ, അതിനാണ് യഫ്അലൂന ഉപയോഗിക്കുക. മുഅന്നസ്, ഇനി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ തഫ്അലു, രണ്ട് സ്ത്രീകളാണെങ്കിൽ തഫ്അലാനി, മൂന്നോ മൂന്നിൽ കൂടുതലോ സ്ത്രീകളുണ്ടെങ്കിൽ യഫ്അൽന. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ. യുഹിബ്ബു, യുഹിബ്ബാനി, യുഹിബ്ബൂന, തുഹിബ്ബു, തുഹിബ്ബാനി, യുഹിബ്ബിന. അതേപോലെ തന്നെ യർജിഉ, യർജിആനി, യർജിഊന, തർജിഉ, തർജിആനി, യർജിഇന, അല്ലേ. അതേപോലെ യദുറുസു, യദുറുസാനി, യദുറുസൂന, തുദുറുസു, തുദുറുസാനി, യദുറുസ്ന ഒക്കെ പഠിച്ചല്ലോ. നമ്മൾ ഈ ഒരു ആറെണ്ണം, യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, ഈ 6 പദങ്ങൾ നമ്മൾ ശരിക്ക് കാണാതെ പഠിച്ചാണ്ടല്ലോ നമുക്ക് 100 കണക്കിന് വരുന്ന പദങ്ങൾ അറബിയിൽ കാണാതെ പഠിക്കും. കാരണം എന്താ, ഇതേപോലെ ആയിരിക്കും. യഫ്അലു എന്നുള്ളടത്ത് യദുറുസു, യഫ്അലാനി, യദുറുസാനി, യഫ്അലൂന, യദുറുസൂന, ഇങ്ങനെ കുറേ ഫിഅലുകൾ ഇതേപോലെ നമുക്ക് ഈ 6 എങ്ങനെയാണോ പറയുന്നത് അതുപോലെ പറയാൻ കഴിയും. നമ്മൾ ഈ 6 പദങ്ങൾ ശരിക്ക് പഠിച്ചാൽ മതി. 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വരുന്ന പദങ്ങൾ അറബിയിൽ ഈ 6 പദങ്ങൾ പഠിച്ച ആൾക്ക് പഠിയും. നുലാഹിളു നമുക്ക് നിരീക്ഷിക്കാം, അൽ മുഫ്രദ മുഫ്രദിനെ, വൽ ജംഅ ജംഇനെയും. നമ്മൾ പറഞ്ഞത് ഒരാൾ മാത്രമാണെങ്കിൽ മുഫ്രദ് എന്ന് പറയും, കുറേ ആളുകളുടെ പറയും ജംഅ എന്നും പറയും. ഇനി കുറേ വസ്തുക്കളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ 2 ചിത്രങ്ങളുണ്ടല്ലോ, അല്ലേ. ഒരു ചിത്രത്തിൽ ഒരു വീട് മാത്രമാണ്, രണ്ടാമത്തെ ചിത്രത്തിൽ 3 വീടുണ്ട്. അപ്പോൾ ഒന്നിന് മാത്രമാണല്ലോ മുഫ്രദ് എന്ന് പറയാം. അപ്പോൾ മൻസിലുൻ വീട്, ഒരു വീട് മാത്രമാണെങ്കിൽ മൻസിലുൻ എന്ന് പറഞ്ഞാൽ മതി. ഇനി കുറേ വീടുകൾ ഉണ്ടെങ്കിലോ മനാസിലു എന്ന് പറയണം. അംറുൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഉമൂർ എന്ന് പറഞ്ഞാലോ കുറേ കാര്യങ്ങൾ, അല്ലെ. അംറുൻ ജംഅ് ഉമൂറുൻ, മൻസിലുൻ ജംഅ് മനാസിലു. നബാത്തുൻ ചെടി, ഒരു ചെടി മാത്രമാണെങ്കിൽ നബാത്തുൻ നബുത്തുൻ എന്ന് പറയാം. ഇനി കുറേ ചെടികൾ ഉണ്ടെങ്കിലോ നബാതാത്തുൻ. ഒരു പച്ചക്കറി മാത്രമാണെങ്കിൽ ഹളറാഉ. ഇനി കുറേ പച്ചക്കറികൾ ഉണ്ടെങ്കിലോ ഹളറവാത്തുൻ. നക്തഷിഫു നമുക്ക് കണ്ടെത്താം, അൽ മുദക്കറ മുദക്കറിനെ. മുദക്കറ പറഞ്ഞാല് ആണ്, മുഅന്നസ് പെണ്ണ്. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അവരുടെ ആണുങ്ങൾ ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. ആദ്യം മുഅന്നസ് അതായത് സ്ത്രീ ആരാണ്, ഉമ്മുൻ. ഉമ്മുൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആണാരായിരിക്കും, ഉപ്പയായിരിക്കും, അല്ലേ. അപ്പോൾ അബുൻ. മുഅന്നസ് ആണ് എന്ത്, ഉമ്മുൻ എന്നുള്ളത് മുഅന്നസ് ആണ്. മുഅന്നസ് പറഞ്ഞാൽ സ്ത്രീ, മുദക്കർ പറഞ്ഞാൽ പുരുഷൻ. അപ്പോൾ ഉമ്മുൻ എന്നതിന്റെ മുദക്കർ ആരാണ്, അബുൻ എന്നുള്ളതാണ്, ഉപ്പ എന്നുള്ളതാണ്. അടുത്തത് മുഅന്നസ് സ്വദീഖത്തുൻ കൂട്ടുകാരി. അപ്പോൾ കൂട്ടുകാരൻ എന്താ പറയാ, ആ താ ഒഴിവാക്കിയിട്ട് എന്താ പറയാ, സ്വദീഖുൻ. ഇവിടത്തെ പെണ്ണാരാ, മുഅന്നസാര, ഉഖ്തുൻ സഹോദരി എന്നാണ്. അപ്പൊ സഹോദരൻ എന്താ പറയാ, അഹുൻ. ഉഖ്തുൻ സഹോദരി, അഹുൻ സഹോദരൻ. നക്തഷിഫു നമുക്ക് കണ്ടെത്താം, അൽ മാലിയ മാലിയെ. നമ്മൾ ഇതുവരെ പഠിച്ചത് മുലാരിയാണ്, എന്ത്, അല്ലെ. കളിക്കും കളിക്കുന്നു, മടങ്ങും മടങ്ങുന്നു, വരും വരുന്നു, പോകും പോകുന്നു. ഇതൊക്കെ എന്താണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പോകുന്നു, പഠിക്കുന്നു, കേൾക്കുന്നു, വീഡിയോ കാണുന്നു,
വായിക്കുന്നു, പുസ്തകം നോക്കുന്നു. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇനി നാളെയോ? നമ്മൾ പഠിക്കും, നമ്മൾ വായിക്കും, വീഡിയോ കാണും, പഠിക്കും. ഇതൊക്കെ നാളെയാണ്. ഇതിനാണെന്ത് പറയാം? മുളാരി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളോ? ഇപ്പൊ ഇന്നലെ നമ്മൾ പുസ്തകം പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന് പുസ്തകം വായിച്ചു, ചായ കുടിച്ചു, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മാളി എന്ന് പറയാ. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾക്കാണ് എന്ത് പറയാ? മാളി എന്ന് പറയാ. അപ്പോ ഇനി നമ്മൾ മുളാരി ഒരുപാട് കാണും. അതിൻ്റെയൊക്കെ മാളി എങ്ങനെയാ ഉണ്ടാക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാം. യദ്ഹബു എന്ന പദത്തിന് അർത്ഥം അവൻ പോകുന്നു, അവൻ പോകും എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ പോയി എന്നെങ്ങനെ പറയാ? അതിനാണ് ദഹബ, ഇതിനാണ് മാളി എന്ന് പറയാ. യദ്ഹബു എന്നുള്ളത് മുളാരി ആണ്. അതിന് രണ്ടർത്ഥമുണ്ട്: പോകും, പോകുന്നു. എന്നാൽ പോയി എന്നതിനോ? ദഹബ, അതിനാണ് മാളി എന്ന് പറയാം. യഗ്രിസു എന്താർത്ഥം? അവൻ നടുന്നു, അവൻ നടും. ഇത് രണ്ടും യഗ്രിസു എന്ന പദത്തിന് അർത്ഥം. കാരണം എന്താ? അത് മുളാരി ആണ്. എന്നാൽ അവൻ നട്ടു, അവൻ നട്ടു എന്നെങ്ങനെ പറയാ? ഗറസ. മാളിയാകുമ്പോ എന്ത് ഉണ്ടാവില്ല? തുടക്കത്തിൽ ഇതേപോലെ യാ ഓ താ ഒന്നും ഉണ്ടാവില്ല. തദുറുസു അവൾ പഠിക്കുന്നു, അവൾ പഠിക്കും. രണ്ടർത്ഥമുണ്ട്. കാരണം അത് മുളാരി ആണ്. എന്നാൽ അവൾ പഠിച്ചു എങ്ങനെ പറയും? ദറസത് അല്ലെ? പെണ്ണാവുമ്പോ ഒരു താഴെ ഏറെ കൊടുക്കണല്ലോ. അപ്പോ ദറസത്ത്. യർജിഉ അവൻ മടങ്ങുന്നു, അല്ലെങ്കിൽ അവൻ മടങ്ങും. ഇത് രണ്ടും യർജിഉ എന്ന പദത്തിന്റെ അർത്ഥാണ്. അതിന് മുളാരി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവൻ മടങ്ങി എന്താ പറയാ? റജഅ അവൻ മടങ്ങി. യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ ഇഷ്ടപ്പെടും. ഇനി അവൻ ഇഷ്ടപ്പെട്ടു എങ്ങനെയാ പറയാ? അഹബ്ബ അവൻ ഇഷ്ടപ്പെട്ടു. അതിനാണ് മാളി എന്ന് പറയാ. യൽഅബു അവൻ കളിക്കുന്നു, അല്ലെങ്കിൽ അവൻ കളിക്കും. അതിനാണ് മുളാരി എന്ന് പറയാം. ഇനി അവൻ കളിച്ചു എങ്ങനെ പറയും? ലഇബ അവൻ കളിച്ചു. നഖ്റഉ നമുക്ക് വായിക്കാം, മിനൽ ഖുർആനി ഖുർആനിൽ നിന്ന്, വനക്തശിഫു നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം, മിൻഹു ഖുർആനിൽ നിന്ന്. എന്താണ് ഖുർആൻ എന്ന് കണ്ടെത്തേണ്ടത്? അൽ ഫിഅലൽ മുളാരിഅ മുളാരിആയ ഫിഇലിനെ നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, വനഖുത്തു നമുക്ക് വരയിടണം, തഹ്തഹ ആ മുളാരിയായ ഫിഇലിന്റെ താഴെ ഒരു വര കൂടി ഇടണം. നോക്കാം. ആദ്യത്തത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത. ഇവിടെ മുളാരി ആയ രണ്ട് ഫിഇലുകൾ ഉണ്ട്. ഏതൊക്കെ? ഒന്ന് യുഅ്മിനൂന, രണ്ടാമത്തത് യുഖീമൂന. രണ്ടാമത്തത് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി. ഇവിടെയോ യദ്ഖുലൂന. ഇതിന്റെ അർത്ഥം ഒന്നും നമ്മൾ നോക്കണ്ട. യദ്ഖുലൂന എന്നുള്ളത് എന്താണ്? മുളാരി ആയ ഒരു ഫിഇലാണല്ലോ. അപ്പൊ മുളാരി ആയ ഫിഇൽ ഖുർആനിലുണ്ട്. അടുത്തത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഇവിടെയോ തുഹദ്ദിസു, ഇത് മുളാരി ആയ ഫിഇലാണ്. ഒന്നും കൂടി നോക്കാം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഇവിടെയോ യുവസ്വിസു എന്നുള്ളത് എന്താണ്? മുളാരി ആയ ഫിഇലാണ്.